ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. 2024 ജൂണിലെ PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. ഇനി വരുന്ന PSC എക്സാമുകളിൽ, അതായത് KAS, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, 10th മെയിൻസ്, CPO പോലെയുള്ള എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഇതെല്ലാം നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ. 2024 പുരുഷ IPL കിരീടം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചാണ് കിരീട നേട്ടം. അപ്പോൾ 2024 പുരുഷ IPL കിരീടം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചാണ് കിരീട നേട്ടം. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിന് കെയ്റോസ് എന്ന കൃതി അർഹമായി. ജർമ്മൻ എഴുത്തുകാരിയായ ജെന്നി എർപ്പൻബെക്കിൻ്റെ നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മിഖായേൽ ഹോഫ്മാൻ ആണ്. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിന് കെയ്റോസ് എന്ന കൃതി അർഹമായി. ജർമ്മൻ എഴുത്തുകാരിയായ ജെന്നി എർപ്പൻബെക്കിൻ്റെ നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മിഖായേൽ ഹോഫ്മാൻ ആണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കിരീടം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കിരീടം. വിരാട് കോഹ്ലി IPLൽ 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായി. വിരാട് കോഹ്ലി IPLൽ 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായി. അപ്പോൾ വിരാട് കോഹ്ലിയുടെ ഫാൻസ് ഇത് പെട്ടെന്ന് ഓർക്കുമായിരിക്കും അല്ലേ? ഇനി വിരാട് കോഹ്ലിയുടെ ഫാൻസ് അല്ലാത്തവരും ഓർത്തു വെച്ചോണം. വിരാട് കോഹ്ലിയാണ് IPLൽ 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരം. ഓക്കെ. ഞാനൊരു കോഹ്ലി ഫാനാണ്, അതുകൊണ്ട് ഞാനിത് പെട്ടെന്ന് തന്നെ ഓർക്കും. ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസവും ദേശീയ ടീം നായകനുമായ സുനിൽ ഛേത്രി വിരമിക്കൽ പ്രഖ്യാപിച്ചു. ദേശീയ ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചതും ഗോളടിച്ചതും ഛേത്രിയാണ്. 158 മത്സരം കളിച്ച താരം 94 ഗോളടിച്ചു. ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസവും ദേശീയ ടീം നായകനുമായ സുനിൽ ഛേത്രി വിരമിക്കൽ പ്രഖ്യാപിച്ചു. ദേശീയ ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചതും ഗോളടിച്ചതും ഛേത്രിയാണ്. 158 മത്സരം കളിച്ച താരം 94 ഗോളടിച്ചു. ഈ ഫുട്ബോൾ മാച്ച് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് സുനിൽ ഛേത്രിനെ ഓർമ്മ വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഇത് ഓർക്കുക. ഓക്കെ. ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് തായ്ലൻഡ് ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിൻ്റൺ കിരീടം. ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് തായ്ലൻഡ് ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിൻ്റണിൽ കിരീടം. ഗോപിചന്ദ് തോട്ടക്കുറ ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരിയായി. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ പൗരനും ഇദ്ദേഹമാണ്. ഗോപിചന്ദ് തോട്ടക്കുറ ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരിയായി. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ പൗരനും ഇദ്ദേഹമാണ്. ഓക്കെ. കാമ്യ കാർത്തികേയൻ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയായി. എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും കാമ്യയാണ്. കാമ്യ കാർത്തികേയൻ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയായി. എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും കാമ്യയാണ്. ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ T20 കാറ്റഗറി 400 മീറ്റർ ഇനത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ദീപ്തി ജീവൻജി സ്വർണം നേടി. ഇന്ത്യയുടെ വനിതാ ബാഡ്മിൻ്റൺ താരം ഒളിമ്പ്യൻ PV സിന്ധു വനിതാ സിംഗിൾസിൽ 452 ജയങ്ങൾ കുറിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയായി. ഇന്ത്യയുടെ വനിതാ ബാഡ്മിൻ്റൺ താരം
ഒളിമ്പ്യൻ PV സിന്ധു വനിതാ സിംഗിൾസിൽ 452 ജയങ്ങൾ കുറിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയായി. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന രഘുനന്ദൻ ശ്രീനിവാസ് കാമത്ത് അന്തരിച്ചു. മിമിക്രി കലാകാരനും സിനിമാ സീരിയൽ നടനുമായ പയ്യപ്പാടി കല്ലുവേലിപ്പറമ്പിൽ കോട്ടയം സോമരാജ് അന്തരിച്ചു. ഉന്മ സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ ഉന്മ അക്ഷരദക്ഷിണ പുരസ്കാരം എഴുത്തുകാരി B. ഇന്ദിരയ്ക്ക്. മണപ്പുറം സമീക്ഷയുടെ രാമു കാര്യാട്ട് അവാർഡ് കഥാകാരൻ M. മുകുന്ദന്. മേജർ രാധിക സെന്നിന് ഐക്യരാഷ്ട്രസഭയുടെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം. കേരള സർവകലാശാല അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പിലെ ഗവേഷക സംഘം 212 ഇനം സമുദ്രജീവികളെ കണ്ടെത്തി. ദേശീയ പ്രതിരോധ അക്കാദമി NDA കമാൻഡായി വൈസ് അഡ്മിറൽ ഗുർചരൺ സിംഗ് ചുമതലയേറ്റു. ദേശീയ പ്രതിരോധ അക്കാദമി NDA കമാൻഡായി വൈസ് അഡ്മിറൽ ഗുർചരൺ സിംഗ് ചുമതലയേറ്റു. കാൻ പിടിച്ചെടുത്ത് ഇന്ത്യൻ വനിതകൾ. പായൽ കപാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിനാസ് ലൈറ്റ് എന്ന ചിത്രം 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രി പുരസ്കാരത്തിന് അർഹമായി. മേളയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പുരസ്കാരമാണിത്. 30 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഷാജി N. കരുണിൻ്റെ സ്വം ആണ് നേരത്തെ മത്സരിച്ചിട്ടുള്ളത്. പായൽ കപാഡിയ ഈ അഭിമാനകരമായ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ്. കാൻ ചലച്ചിത്രോത്സവത്തിൽ പിയർ അജന്യു എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രഫി ബഹുമതി ഛായാഗ്രാഹകൻ സന്തോഷ് ശിവന്. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരനാണ് സന്തോഷ് ശിവൻ. കാൻ ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ദ ഷെയിംലെസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അനസൂയ സെൻ ഗുപ്തയ്ക്ക് ലഭിച്ചു. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയുമായി. കാൻ ചലച്ചിത്രമേളയിലെ ഇന്ത്യക്കാർക്ക് ലഭിച്ച പുരസ്കാരങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്നുകൂടെ പറയാം. കാൻ പിടിച്ചെടുത്ത് ഇന്ത്യൻ വനിതകൾ. പായൽ കപാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിനാസ് ലൈറ്റ് എന്ന ചിത്രം 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രി പുരസ്കാരത്തിന് അർഹമായി. മേളയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പുരസ്കാരമാണിത്. 30 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഷാജി N. കരുണിൻ്റെ സ്വം ആണ് നേരത്തെ മത്സരിച്ചിട്ടുള്ളത്. പായൽ കപാഡിയ ഈ അഭിമാനകരമായ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ്. കാൻ ചലച്ചിത്രോത്സവത്തിൽ പിയർ അജന്യു എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രഫി ബഹുമതി ഛായാഗ്രാഹകൻ സന്തോഷ് ശിവന്. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരനാണ് സന്തോഷ് ശിവൻ. കാൻ ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ദ ഷെയിംലെസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അനസൂയ സെൻ ഗുപ്തയ്ക്ക് ലഭിച്ചു. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയുമായി അനസൂയ സെൻ ഗുപ്ത. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്